ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെ നാമം എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. യേശു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരേ ഒരു മഹാത്ഭുതം, ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ. നമ്മൾ ആ ക്രിസ്തു വർഷം ഫോളോ ചെയ്യണേ. ക്രിസ്തു ആരാന്ന് പഠിക്കണ്ടേ? ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ, കരുണ, ദയ, സ്നേഹം, ഇതിൻ്റെയൊക്കെ പര്യായപത. യേശു ക്രിസ്തു എന്ന് അടിച്ചു നോക്കിക്കുക, ലോകരക്ഷകൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് പറയണേ? ആ യേശു പറയണേ, യേശുവിൻ്റെ ന്യായപ്രമാണം, യേശു നാവിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനാവും. അന്നേരം മനുഷ്യനാകണേ, അല്ലെങ്കിൽ മരിച്ച മനുഷ്യൻ. യേശു പറയണതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ വളർന്ന പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിനാൽ എല്ലാവരോടും ക്ഷമിക്കുക. അങ്ങനെയല്ലേ? എന്ത് രസമല്ലേ? നമ്മൾ അബ്ദുൽ കലാമിൻ്റെ ഒക്കെ കാര്യം കേൾക്കുമ്പോൾ അവർ ഓരോ വാക്ക് പറയുമ്പോഴും മഹാത്മാഗാന്ധി, മദർ തെരേസ, ഇങ്ങനെ യേശുവിൻ്റെ സ്വഭാവമുള്ളവരൊക്കെ പറയണ കേൾക്കുമ്പോഴും അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ മുത്തുപോലെ കേൾക്കണില്ലേ നമ്മൾ? ഇതുപോലെയാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നവൻ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതന് ശ്രേഷ്ഠമാകും. അവൻ്റെ ക്യാരക്ടർ അവനെ ലോകത്തിൽ ഉന്നതന് ശ്രേഷ്ഠമാകും. യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ നന്നാകണേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോണേ എന്തിനാ? എനിക്ക് വീട് വേണം, അത് വേണം, ഇത് വേണം, എൻ്റെ മക്കളങ്ങനെയാകണം. ഞാനൊക്കെ അങ്ങനെയാണെന്നോ ഒരു ലിസ്റ്റായിരുന്നു. അയ്യോ, അതിനുവേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴേ എനിക്ക് മനസ്സിലാകണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർവ്വ നന്മയും പിമ്പടയാണ്. ദൈവത്തെ അന്വേഷിച്ചാൽ മതി. അവനെ അന്വേഷിക്കുമ്പോൾ, അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ സകല നന്മയും പിമ്പടയാണ്. നന്മകൾ നമ്മുടെ പുറകെയാണ്. ആദ്യം നമ്മൾ യേശുവിനെ ഒന്ന് അനുസരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ നമ്മളെ ലോകപ്രശസ്തരാക്കിക്കോളും. എല്ലാവർക്കും ആഗ്രഹമില്ല ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകാൻ. എനിക്കുണ്ട് കേട്ടോ, നിങ്ങളെ അറിഞ്ഞുകൂടാ. എനിക്ക് വലിയ ആഗ്രഹം, അതൊക്കെ ആഗ്രഹം. യേശുവിൻ്റെ സ്വഭാവം ആകണമെന്ന് ഒത്തിരി ആഗ്രഹം. അപ്പോൾ പൗലോ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പം പറഞ്ഞ പൗലോ കുഞ്ഞിനെ ഇന്ന് കണ്ടിട്ടുള്ളൂ, എനിക്ക് ആംഗ്രി വരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശപ്പാ സ്തുതി സ്തോത്രം പറയാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. നെഗറ്റീവ് ശക്തിയാലോ? ആംഗ്രി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ശക്തിയാണ്. ഇപ്പോൾ യേശപ്പാ സ്തോത്രം എന്ന് പറയുമ്പോൾ അതങ്ങ് മാറിക്കോളൂ. കൊച്ചിനെ അങ്ങനെ കൊച്ചിലെ മുതൽ പ്രാക്ടീസ് ചെയ്യിക്കണമെന്ന് കൊച്ചിനെ നോക്കണേ പെണ്ണോട് ഞാൻ പറയുന്നേ. അപ്പോൾ നമ്മളത് കുഞ്ഞിലേ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിരുന്നു. എനിക്കൊക്കെ എന്തുമാത്രം അതുകൊണ്ട് ദോഷം ഉണ്ടായെന്നറിയാമോ? അപ്പം നമ്മുടെ ദേഷ്യത്തെയൊക്കെ, നമ്മുടെ ജഡ സ്വഭാവത്തെ മരിപ്പിക്കുക എന്നാണ് ക്രിസ്തു യേശുവിലാകുമ്പോൾ നമുക്കാകെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എന്നിട്ട് ആ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകണം. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യോഹന്നാൻ 1:12 പറയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ യേശുവിനെ കൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യർക്ക് എന്നാ ഗുണമുണ്ടായി? സകല മനുഷ്യർക്കും യേശു മുഖാന്തരം ദൈവത്തിൻ്റെ മക്കളായി. യേശുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി. എങ്ങനെയത്? അപ്പൻ്റെ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിയണേ? അപ്പൻ്റെ അതേ മുഖച്ഛായ ആയിരിക്കും. യേശുവിൻ്റെ മുഖച്ഛായ എന്ന് പറയാൻ രൂപയില്ല, യേശുവിൻ്റെ സ്വഭാവമുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവമാകും. അപ്പം നമുക്കെല്ലാവർക്കും, കാണുന്നവർക്കെല്ലാവരും ദൈവമക്കളെന്നറിയപ്പെടുമാറ് നമ്മുടെ ക്യാരക്ടർ യേശുവിൻ്റെ സ്വഭാവമാകട്ടെ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോസ് മേക്കപ്പിൻ്റെ ഉണ്ട് കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ ഒത്തിരി ബ്രൈഡ്സ് നമുക്ക് നവംബറും ഡിസംബറും ഒക്കെ ജനുവരി ബുക്കിംഗ് ഉണ്ട്. അപ്പം മെയിൻ കുറേ നാളിങ്ങനെ വീഡിയോസ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യലും എല്ലാം മടിയാകും. അപ്പോൾ ബ്രൈഡിൻ്റെ ആ കൊച്ചിൻ്റെ ഇപ്പോൾ ഇട്ടേക്കണ കൊച്ചിൻ്റെ എൻഗേജ്മെൻറ്റ് ഇട്ടപ്പോഴാണ് ഒത്തിരി വർക്ക് കിട്ടിയത്. എല്ലാവർക്കും സൺഗ്ലാസ് മേക്കപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എയർ ബ്രഷൊക്കെ അടിക്കുമ്പോൾ ഇച്ചിരി അധികപ്പറ്റാകുമായിരുന്നു. സൺഗ്ലാസ് ഇട്ടപ്പോൾ ഭയങ്കര നാച്ചുറൽ ലുക്കൊക്കെയാണെന്ന് പറഞ്ഞ് ഒത്തിരി മേക്കപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ അതുകൂടാണ്ട് മുടി കണ്ടോ, ഇപ്പം എൻ്റെ മുടി ഇതൊക്കെ കിടക്കണമുണ്ടോ ഇങ്ങനെ. ഇപ്പോൾ 2 ആഴ്ചയായി മുടി ചെയ്തിട്ട്. അപ്പോൾ മുടി എനിക്കിപ്പോൾ നോർമലായി. ഒരാഴ്ച എനിക്ക് ഇച്ചിരി ഒട്ടല വരുമായിരുന്നു. അപ്പോൾ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫങ്ഷന് വേണ്ടിയല്ല മുടി ചെയ്യണത്, നമുക്ക് വേണ്ടിയാണ്. മുടി എപ്പോഴും ഇങ്ങനെ കിടക്കണം, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമ്മളല്ലാണ്ട് ഫങ്ഷന് വേണ്ടി ഓടി വന്ന് തലേദിവസം അങ്ങനെയല്ല. മുടി ഇങ്ങനെ ചെയ്തിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫോർട്ടായി. ഇപ്പോഴും മുടീനെ പറ്റി അത് ചെയ്ത് ഇതൊക്കെ നമ്മൾ പല്ലിന് ഹോള് വന്ന് നമ്മൾ അടച്ച് ക്യാപ്പിടില്ലേ, അതുപോലെയാണ് മുടി പൊട്ടി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ. ഇപ്പോൾ വൃത്തിയേടാ, നാട് ഓടുമ്പോൾ നടുവേ ഓർണം. ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാത്ത ആരോ ഉള്ളത്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റിൽ സ്മൂത്തനിങ്, ഹെയർ ലാസിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, കരാട്ടിൻ്റെ വകുപ്പുകളാണ് നാനോപ്ലാസ്റ്റിയ, നാനോഫോൾസ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ് ഒക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിളാണ്. എൻ്റെ മുടി ചെയ്തേക്കുന്നത് കരാട്ടിൻ, നാനോ ഫോൾസ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് വൈറ്റ് ഹെയർ ഉള്ള കാരണം എപ്പോഴും കെമിക്കൽ ഇത് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെയും കെമിക്കൽ ഇടുമ്പോൾ ഫ്രിസി ആവുക. ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് കെട്ടി വയ്ക്കാൻ പറ്റില്ല. ഇനി എനിക്ക് ബോ വെച്ച് കെട്ടണം. കാരണം എപ്പോഴും ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ അയച്ചിരുന്നതായിരുന്നു. പക്ഷെ എനിക്കിനി പറ്റണില്ല.
സ്കൂൾ 10ാം ക്ലാസ് വരെ 2ആയിട്ട് പിന്നുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഭയങ്കര ചൂട്. ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ കെട്ടി വെക്കണം, അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ഉണ്ടകട്ടിലാവുന്നതുള്ളൂ. അത് അഴിഞ്ഞാടി പോവും, അത്ര സിൽക്കി ആവും. കാരണം എൻ്റെ സ്കിന്നും ഹെയറും എല്ലാം വെരി വെരി ഡ്രൈ ആണ്. എന്നിട്ടാണ് എനിക്ക് മുടി ഇത്രയും സിൽക്കി ആകുന്നത്. അടുപ്പിച്ചിപ്പോൾ 4-5 പ്രാവശ്യം കരാട്ടും ചെയ്തപ്പോൾ എന്താ മുടി ഇങ്ങനെ ഒഴുകി പരസ്യത്തിൽ ആകണ പോലെയായി. കളർ ചെയ്തിട്ട് പ്രോബ്ലം ഇല്ല, മറ്റേ കളർ ചെയ്യുന്നിടം വെച്ച് വിട്ടുപോകാറുണ്ട് എൻ്റെ മുടി. അത്ര മുടിയുടെ കപ്പാസിറ്റി അത്രയും ഇതായിരുന്നു. അപ്പോൾ അതേ കളർ ചെയ്തിട്ടൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ മേക്കപ്പിനായാലും ബ്രൈഡ്സിന് മേക്കപ്പിന് വന്നം. അതുകൂടാണ്ട് നമ്മുടെ രേവതി ബ്യൂട്ടി പാർലർ ഈ മാസം അപ്പടിയും 25% ഫേഷ്യലിന്, സ്പായ്ക്ക് എല്ലാത്തിനും ഓഫറുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് മാത്രം 50% ഓഫറുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മാസം പെട്ടെന്ന് വരിക, നിങ്ങൾ ആ ബെനിഫിറ്റ് നിങ്ങൾ ആസ്വദിക്കുക. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറുക, രേവതി വെഡ്ഡിങ് കളക്ഷനിൽ സപ്പോർട്ട് നൽകുക, വീഡിയോസ് കാണുക, യൂട്യൂബ് ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അടിപൊളി സ്കീമുണ്ട്. അപ്പോൾ എല്ലാവരും സ്കീമിൽ കൂടാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ. കാരണം നമ്മൾ ലേഡീസ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്കീമാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ പലയിടത്ത് സ്കീം കൂടിയിട്ടുണ്ട്. അതിലെ പോരായ്മ മാറ്റി ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം മാറ്റി നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു സ്കീം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ സ്കീമിൽ കൂടുക. അതിൻ്റെ അറിയണമെങ്കിൽ 9447575564 എൻ്റെ നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വെഡ്ഡിങ് കളക്ഷനിലോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോ എൻക്വയറി നമ്പറിൽ ആരെ കോൺടാക്ട് ചെയ്താലും അവരെല്ലാം പറഞ്ഞു തരും കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ ഇനി നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കാണാം, മേക്കപ്പിൻ്റെ കൊച്ചിൻ്റെ തലവസ്ഥയും കാണാം, പിന്നെ ഇതുകൂട്ടൊക്കെ കാണാം, മുടിയുടെയൊക്കെ കാണാം. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. മോള് നേരത്തെ ഹെയർ ലാക്സിങ് ചെയ്തേ, ഈ തവണ കരാട്ടിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും കരാട്ടിനിലേക്ക് തിരിഞ്ഞേക്കുവാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല ഹെയർ ലാക്സിങ് ചെയ്തിട്ടും. പക്ഷേ കരാട്ടിനാകുമ്പോൾ കൂടുതൽ സോഫ്റ്റുമാണ്, ഓർഗാനിക്കാലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിമനോഹരമായ കാഴ്ച കാണാൻ. അപ്പോൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചോളണം, വാഷ് ഔട്ടാണ്. ഒരു 40 വാഷൊക്കെയാണ് പറയണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം സൾഫേറ്റ് ഫ്രീ ഒക്കെയുള്ള ഷാമ്പൂ വേണം നമുക്കല്ലെങ്കിൽ മുടി ഫ്രിസി ആകും. അത് ഏത് ചെയ്താലും അങ്ങനെ തന്നെ നമ്മൾ നോക്കി ചെയ്യണം. നല്ല ഷാമ്പൂ ആഫ്റ്റർ കെയറിൽ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ഈ മോള് കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ മുടി ഭയങ്കര പിരിപിരൂ മുടിയായിരുന്നു. അതിപ്പോൾ ചെയ്യാൻ വന്നിട്ടും വലിയ പ്രോബ്ലം ഇല്ല. ഇത്രയും കാലമായിട്ടും 5-8 മാസമായതാണ്. ഏപ്രിൽ ഏതാണ്ട് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടാണ് മുടി കിടക്കണത്. അപ്പോൾ ഇപ്പോൾ കരാട്ടിനാണ് ചെയ്യണേ. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് റിസൾട്ട്. ഈ മോളുടെ ഹെയർ മേക്ക് ഓവർ തന്നെ മോള് ഒത്തിരി അകലെന്നുള്ള കേട്ടോ. വൈക്കം, ശരിക്കും വൈക്കത്തിന് ഞങ്ങൾക്ക് തിരുവനന്തപുരം അപ്പുറത്തുനിന്ന് കന്യാകുമാരിക്ക് കിടക്കുന്നവരെ ഇത് ചെയ്യാനൊരു ആൾ വന്നിട്ടുണ്ട്. വൈക്കം വലിയ കൂടെ അല്ല, ഇത് 2ാമത്തെ തവണയാണ് വെച്ച് വന്നത്. കഴിഞ്ഞ തവണ ഹെയർ ലാക്സിങ് ആണ്, ഈ തവണ വെച്ച് കരാട്ടിനാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. മുടി ഭയങ്കര ഉരുണ്ട് കയറുന്ന മുടിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കൊച്ചിനെ മുടി അങ്ങനെ ഉരുണ്ട് കയറുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നാണ് പറഞ്ഞ കൊച്ചിന്. അപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം കൊച്ച. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടി. അതാണ് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇപ്പം മുടിക്കൊന്നും വലിയ കുഴപ്പമില്ല, മുടി ഊർന്നൊന്നുമില്ലല്ലോ. അപ്പം മൾട്ടി വിറ്റാമിൻ വല്ലതും കഴിക്കണ്ട മാറി എല്ലാം ആഫ്റ്റർ കെയർ യൂസ് ചെയ്യേണ്ടത്. വിറ്റാമിൻ ഗുളികയും കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഊരുള്ള, പണ്ടൊക്കെ നേരത്തെ ഊരുവായിരുന്നു അല്ലേ? അപ്പം അത് എല്ലാവരും പറയും ഇത് ചെയ്താൽ ഊരുന്നു. ഇത് ചെയ്തപ്പോൾ എല്ലാം കുറഞ്ഞു, മുടി ഉരുണ്ടുകാറിലും മാറി, എല്ലാം പെർഫെക്റ്റായി. അത് ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെയാണ്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഗുഡ് റിസൾട്ട് കിട്ടും. അത് യൂസ് ചെയ്യാൻ പറ്റാത്തവർ മുടി ചെയ്യരുത് കേട്ടോ. ഇവിടെ നിന്നല്ല എവിടെയും ചെയ്യരുത്. ആഫ്റ്റർ കെയർ അവർ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ മുടിക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റഫായി പോകും. ഇതാണെങ്കിൽ ഓർഗാനിക്കാണ്, കരാട്ടിൻ ബയോട്ടാനിസ് അപ്പം ചെയ്തേക്കണേ. കരാട്ടിൻ്റെ പേരാട്ടോ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് എന്നാണ്. അപ്പോൾ എല്ലാവരും പറയും എൻ്റെ തമ്മിൽ കരാട്ടിനെ ചെയ്തേ എന്ന് പറയും. കരാട്ടിൻ്റെ പേര് പല പല കമ്പനികളുണ്ട്. ഏറ്റവും അപ്ഡേറ്റ് കമ്പനിയാണിത്. നല്ല റിസൾട്ടുമാണ്. അപ്പം മോക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഒരാളെ പരിചയപ്പെടുത്താം. വാവ ഇങ്ങോട്ട് നോക്കി, വാവ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ ആൻറ്റീനെ നോക്കി, ഇതേ വീഡിയോ ഇട്ട് നോക്കി. വാവയുടെ പേര് പറഞ്ഞേ.
നിയുക്ത. വാവ ആന്റീനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ കണ്ടേക്കണേ? എന്നെ വന്നറിയാ, എന്നെ കണ്ടിട്ടുണ്ട് വീഡിയോയില് ആന്റി എന്നാ ചെയ്യണേ? ഉടുപ്പ് വെക്കുക. ഓ, ഡ്രസ്സ് വെക്കണതാണ് കുഞ്ഞാവ കണ്ടേക്കണേ. എന്നെ കണ്ട വഴി തിരിച്ചറിഞ്ഞു. ഒരു ഹായ് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി. വാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ മിടുക്കിയായിട്ട് ക്രിസ്തു വെച്ച് ലോക പ്രശസ്തിയാകാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തരെ. അപ്പോൾ കൊച്ചുമായിട്ടാണ് വന്നത് അതിലേന്നാ. അപ്പോൾ ഇതുപോലെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും പോരെ. അപ്പോൾ ശരി, നല്ല രേശമ്പരാൻ അനുഗ്രഹിക്കട്ടെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്ന കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ കരാട്ടും ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയുള്ള റിസൾട്ട് കാണാം കേട്ടോ. ഈ ചുരുണ്ട മുടിയൊക്കെ കരാട്ടും ചെയ്യണതാണ് ബെറ്റർ. കാരണം ഭയങ്കര ചുരുളിമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രഷ്നെസ് വരിക എന്ന് തന്നെ പറയണത് ഡ്രൈനെസ് കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കരാട്ടിനൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മുടിയൊക്കെ വിടത്തിപ്പറക്കി ചീകി ഒതുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഡ്യൂട്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഇത് കൈകാര്യം ചെയ്യാം. സോഫ്റ്റായിട്ട് മുടിയാകും. പിന്നെ മസ്റ്റായിട്ട് ഓർക്കണം, നമ്മുടെ D3 ഗുളികകൾ കഴിക്കണം. ബയോട്ടിന് സിങ്കോവേറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണം. ആരോഗ്യം നോക്കണം. മുട്ടയൊന്നും കഴിക്കണം. ഇലക്കറി കഴിക്കണം. അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണാൻ നോക്കിക്കോ. ഇതൊക്കെ പരസ്യത്തിന് വല്ലണ റിസൾട്ട് കാണാം. ഈ മാഡത്തിൻ്റെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാനിപ്പോൾ പറയുക, പ്രായമൊക്കെ കുറഞ്ഞു, വയസ്സ് എത്ര കുറഞ്ഞു, അതിന് വേണ്ടിയല്ലേ ചെയ്യണേ. ഇത് അടിപൊളി. ആ മുടിയാണോ നോക്കിയാൽ നിങ്ങൾ കണ്ടേ, ആ മുടിയാണോ? സൂപ്പർ മുടി. ഇപ്പം ഇത് വെരി ഡ്രൈ, ഒത്തിരി ഇങ്ങനെ ഫ്രഷ്നെസ് ഉള്ള മുടിയാട്ടോ. അത് കാരണം ഈ വൈറ്റ് ഹെയർ ഇങ്ങനെ വന്നേക്കണേ. ഭയങ്കരമായിട്ടും നേരത്തെ മുതൽ വൈറ്റ് ഹെയർ വരികയെന്ന് D3 ഒന്നും നോക്കാനായിട്ടായിരിക്കും. ഇപ്പം ഭയങ്കര ടെൻത്തിനെ പറ്റി ബോധേടാ കേട്ടോ. അപ്പോൾ എന്നാലും D3 നോക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെയാണോ? അപ്പോൾ മറ്റതിനെല്ലാം പോയി കാണും. അപ്പോൾ ഇപ്പം നല്ല നെറ്റിയൊക്കെ ഉള്ള ആളായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ ചെരിച്ചെടുത്തപ്പോൾ പ്രായേ എന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ചെയ്തത്? സൂപ്പർ എന്നാട്ടോ പറഞ്ഞത്. ഞാൻ അടുത്തുനിന്നതായാലും ചോദിക്കണ അതിൻ്റെ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ എന്നായാലും നല്ലതാണ്. നല്ല ഒന്നാമത് ഇത് ചെയ്താൽ പിന്നെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്ത് എളുപ്പം. എൻ്റെ പൊന്നെ, ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നമുക്കൊന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും ഇറങ്ങി ഓടാം. ഇനിയിപ്പോൾ ഇത് അഴിച്ചിടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മുടി അഴിച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ വേണമെങ്കിൽ ചുമ്മാ പേരിന് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഇത് ഇത്രയും എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ മുടി ഇങ്ങോട്ട് മതയാണോ ഇങ്ങനെ ഇട്ടാൽ മതി. അഴിച്ചിടാൻ എന്നെപ്പോലെ അഴിച്ചിടാൻ അല്ലാത്തവർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്ന രസം. ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ചിലർക്ക് ഇങ്ങനെയൊന്നും കിടന്നാൽ കുഴപ്പമില്ല. ഒത്തിരി വലിച്ച് കെട്ടേണ്ട കാര്യമില്ല. മനോഹരമായിട്ട് കിടക്കണേ. ചിലപ്പോൾ ഇങ്ങനെ പോണിറ്റെയിൽ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ബുക്കി എങ്ങനെയൊന്നും ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം വരുമ്പോൾ 1 മണിക്ക് മുമ്പെങ്കിലും എത്തിയാലാണ് വൈകുന്നേരം പറ്റുള്ളൂ. 3-4 മണിക്കൂറത്തെ ഇതാണ് താമസം. ഇവിടെ വഴക്ക് പറഞ്ഞ് അടി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്യാൻ എല്ലാവരും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് മുടി ഒരു ഫങ്ഷനോ അല്ലാണ്ട് വേണ്ടി ചെയ്യണമെന്നല്ല. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കംഫോർട്ട്, നമ്മൾ മുടി സൗകര്യമായിട്ട് ചെയ്യുക എന്നുള്ളത് അതാണ്. ശരി, അത് സോനക്കുട്ടി ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. സുന്ദരിയായില്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാ സിബ്ലു. ഇങ്ങനെ പണ്ട് മുതലേ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ എടുത്ത സ്ഥിരം മിണ്ടൂല കേട്ടോ. അത് കാരണം സോന മിണ്ടൂലെന്ന് പറഞ്ഞു. അപ്പോഴാണ് സോനയുടെ അമ്മ പറയാ, മിണ്ടൂല ചേച്ചി വീട്ടിട്ടോ അമ്മയുടെ. പിന്നെ സിംലും പോളും ഇങ്ങനെ ചുരിദാർ എടുക്കണോ അതൊന്നും അല്ല. ഈ നമുക്ക് സുബിയായിട്ട് ഞാൻ ചുമ്മാ എന്നും അടികൂടും. ഈ നമുക്ക് അനിയത്തി ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ട, ദൈവം ഇങ്ങനെ നമുക്ക് എല്ലാം വേണ്ടത് ഒരുക്കി തരുമെന്ന് പറയില്ല, കൂടപ്പുറപ്പ് പോലെ. സിംലുവിന്റെ സ്വന്തക്കാരാ, ഇവിടെ എൻ്റെ സ്വന്തക്കാരാ. സിംലുവിന്റെ വീട്ടുകാരും അതെ, കെട്ടുവിന്റെ വീട്ടുകാരും അതെ. സിംലു മുഖാന്തരം സകലരും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അനിയത്തി ഇല്ലാണ്ട് നീ എന്തിനാ സങ്കടപ്പെടണേ, നിനക്ക് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ തന്നില്ല എന്ന് യേശുബ്രാൻ എന്നോട് എപ്പോഴും ഇടപെടുന്നത്. എനിക്ക് ഈ രേവതി മുഖാന്തരം എല്ലാം ദൈവം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കുടുംബമാണ് സിംലു. അപ്പൊ സിംലു ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് കൊച്ച്? അപ്പോ സിംലുവിന് ഞാൻ തന്നെ ഒരുക്കണം. കൊച്ചിന് നിർബന്ധമായിരുന്നു കേട്ടോ. യേശുവിന്റെ കൃപയാൽ അങ്ങനെ ഒരുക്കാനുള്ള ഭാഗ്യം യേശുബ്രാൻ എനിക്ക് തന്നു. ഒരുക്കിയിട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല? ശരിയല്ല. ഇത് സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ആട്ടോ കൊച്ചിനെ ചെയ്തേക്കണേ. അതിൻ്റെ അപ്പനും ആങ്ങളൊക്കെ ഒത്തിരി മേക്കപ്പ് പാടുന്നത് കൂടെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. എയർ ബ്രഷും ഉണ്ട്. എയർ ബ്രഷ് ഇച്ചിരി ആയാലോ എന്ന് ഓർത്തോണ്ട് ഞാൻ സ്കിൻ ഗ്ലാസ് തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാ സൈസ് മേക്കപ്പും ഉണ്ട്. നിങ്ങൾ ഒരുങ്ങാനൊക്കെ വേഗം രേവതി ബ്യൂട്ടി പാർലറിൽ സന്ദർശിക്കൂ. ശരിയല്ല. സോനമോക്കടെ മധുരം വെപ്പിൻ്റെ ഒരു കാട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് സാരി ഒക്കെ കൊടുത്തപ്പോൾ വലിയ കൊച്ചായില്ലേ. എൻഗേജ്മെൻറ്റിൽ ആർച്ച് ചെയ്തപ്പോൾ കുഞ്ഞു കൊച്ചല്ലായിരുന്നോ. ഞാൻ പറയുന്നത് സാരി കൊടുത്തപ്പോൾ പക്വതയൊക്കെ തോന്നിക്കുക, ചില സൈസൊക്കെ തോന്നിച്ച് ഭയങ്കര സ്ലിമ്മായിട്ട് തോന്നുന്നു. നല്ല ശരീരം സാരി കൊടുക്കാൻ. അപ്പോൾ ഒന്ന് വട്ടം കറങ്ങിയിട്ട് ഉള്ള പൊടി ചുമ്മാ ഒന്ന് കേളാക്കിയിട്ടു ചില മുല്ലപ്പൂവും വെച്ചു. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ എല്ലാവർക്കും വൈകിട്ട് ചില മുല്ലപ്പൂ വെക്കണേക്കാലോ ഇഷ്ടം. അപ്പോൾ ഒഴുങ്ങിയതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിശദമായ വീഡിയോ പിടിച്ച് ഇടാട്ടോ. സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ആട്ടോ ചെയ്തേക്കണേ. ഇപ്പം നാച്ചുറൽ ലുക്കും എനിക്ക് സ്കിൻ ഗ്ലാസ് മേക്കപ്പിന്. അപ്പോൾ സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇപ്പം ഇതിൻ്റെ കൂട്ട് എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് സ്കിൻ ഗ്ലാസ് മേക്കപ്പിന് എനിക്ക് 3-4 മേക്കപ്പ് ബുക്കിംഗ് കിട്ടി യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇത് കണ്ടിട്ട് ഒത്തിരി മേക്കപ്പ് വരട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ. കൊച്ചിൻ്റെ കല്യാണം തിങ്കളാഴ്ച പാലക്കാട് അടുത്താണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇടാട്ടോ. നമ്മുടെ ഓർണമെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടേക്കാം. വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ എല്ലാവരും പ്രാർത്ഥനയെ കൊച്ചിനെയും കുടുംബത്തെയും ഓർത്തരെ. ശരി എന്നാൽ.